വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. ബ്രിക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓവർസിയർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഇതിനൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബ്രിക്ക് മൗൾഡഡ് വിത്ത് റൗണ്ടഡ് എഡ്ജ് ഈസ് ടേംഡ് as. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബുൾ നോസ് ബ്രിക്കാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ബ്രിക്സ്. കൗനോസ് ഉണ്ട്, ബുൾനോസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫിഗറും നോക്കുക. കൗനോസിനെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു രണ്ട് എഡ്ജും കർവ്ഡ് ഷേപ്പാണ്. അങ്ങനെയെങ്കിൽ അതിനെ പറയുന്നതാണ് കൗനോസ് ബ്രിക്ക്. അതേസമയം ഒരു എഡ്ജ് മാത്രമേ കർവ്ഡ് ഷേപ്പിലുള്ളൂ എങ്കിൽ അതിന് നമ്മൾ ബുൾനോസ് ബ്രിക്ക് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, കൗനോസും ബുൾനോസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ബുൾനോസ് എന്ന് പറയുന്ന ഒരു എഡ്ജിൽ മാത്രമേ കർവ്ഡ് ഷേപ്പ് കാണത്തുള്ളൂ. കൗനോസ് എന്ന് പറയുമ്പോൾ രണ്ട് എഡ്ജിലും കർവ്ഡ് ഷേപ്പ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കൗനോസ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രിക്സ് വേറെയും ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ടോപ്പിക്സ് എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് ബുൾനോസ് ബ്രിക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പക്ക് മിൽ ഈസ് യൂസ്ഡ് ഫോർ ദി ബ്രിക്ക് എർത്ത്. പക്ക് മില്ല് പൊതുവെ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലേ നമ്മുടെ വാട്ടറുമായിട്ടൊക്കെ ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ക് മിൽസ് യൂസ് ചെയ്യുന്നത്. ഒരു മിക്സിയുടെ ഫങ്ഷനിങ് ആണ് പക്ക് മിൽസ് കൊടുക്കുന്നത്. ഇനി ഇത് ഏത് സ്റ്റേജിലാണെന്നാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷൻസ് ബേസ് ചെയ്ത് വേണം എപ്പോഴും നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഏത് സ്റ്റേജിലാണെങ്കിൽ ആ സ്റ്റേജ് ടെമ്പറിങ് ആയിരിക്കും. ഓക്കെ, ടെമ്പറിങ്ങിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈപ്പ് നീഡിങ് ആണ്, രണ്ടാമത്തെ ടൈപ്പാണ് പക്ക് മിൽ എന്ന് പറയുന്നത്. നീഡിങ് എന്ന് പറയുമ്പോൾ കാറ്റിൽസോ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻസിൻ്റെയൊക്കെ ഫീറ്റ് കൊണ്ട് നമ്മൾ ക്ലേ മിക്സ് ചെയ്തെടുക്കുന്നതിനെയാണ് നീഡിങ് എന്ന് പറയുന്നത്. പക്ക് മിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ക്ലേ ഗ്രൈൻഡ് ചെയ്തായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ അതിനെ പഗ്ഗിങ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന കിൻ ഏതെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ അതിൻ്റെ ആൻസർ ബുൾസ് ട്രെഞ്ച് കിൻ. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബുൾസ്ട്രെഞ്ച് കിന്നാണ്. ബുൾസ്ട്രെഞ്ച് കിൻ അല്ലാതെ തന്നെ ഹോഫ്മൻ സ്കിന്ന്, ടണൽ കിൻ ഇവിടെ നമുക്കുണ്ട്. ബ്രിക്സ് പഠിക്കുമ്പോൾ ഈ മൂന്ന് ടൈപ്പുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ ഹോഫ്മൻ സ്കിൻ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന കിൻ ഏതെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ ഓവർഗ്രൗണ്ടഡ് ആണ് ഹോഫ്മൻ സ്കിൻസ്. ബുൾസ്ട്രെഞ്ചിനേക്കാളും ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളതും ഒരുപാട് ബ്രിക്സ് നമുക്ക് കിട്ടുന്നതും ഹോഫ്മൻ സ്കിന്നിൽ നിന്നാണ്. അതുപോലെ എല്ലാ സീസണിലും നമുക്ക് ബ്രിക്സ് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ ബുൾസ്ട്രെഞ്ചിലെന്ന് പറയുമ്പോഴത്തേക്കും പെർമനൻ്റ് ആയിട്ടുള്ള റൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മൺസൂൺ സീസണിൽ നമുക്ക് ബ്രിക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെയിലി ആവറേജ് ഔട്ട്പുട്ട് ഓഫ് എ ഹോഫ്മൻ സ്കിൻ ഈസ് ഡാഷ് നമ്പർ. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. 25,000. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത് ഈസ്. മെയിൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിൻ്റെ ആൻസർ അലൂമിനയാണ്. ഓക്കെ, അലൂമിന. കാരണം അലൂമിന എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. അലുമിന പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേജർ എന്നാണെങ്കിൽ, എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ല, മേജർ ഇൻഗ്രീഡിയൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ സിലിക്കയാണ്. മേജർ ആണെങ്കിൽ അത് സിലിക്ക. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടും ക്വസ്റ്റ്യനും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അലുമിന, മേജർ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ അത് സിലിക്ക ആയിരിക്കും. ദ നാച്ചുറൽ ഡ്രൈയിങ് ഈസ് ഓൾസോ നോൺ ആസ് ഹാക്ക് ഡ്രൈയിങ് എന്നാണ് പറയുന്നത്. നാച്ചുറൽ ഡ്രൈയിങ്ങിനെ പറയുന്ന പേരാണ് ഹാക്ക് ഡ്രൈയിങ്. ഇമ്പോർട്ടൻ്റ് ആണ് ഹാക്ക് ഡ്രൈയിങ്. ഇത് പഠിച്ചു തന്നെ വെച്ചേക്കാം. അതർ നെയിം ഓഫ് ഫയർ ക്ലേ. ഫയർ ക്ലേയുടെ വേറൊരു പേരെന്ന് പറയുന്നത് റിഫ്രാക്ടറി ക്ലേ. ഓക്കെ, റിഫ്രാക്ടറി ക്ലേ. ഫയർ ക്ലേയുടെ വേറൊരു പേര് റിഫ്രാക്ടറി ക്ലേ. ഫയർ ബ്രിക്ക് ആണെങ്കിൽ റിഫ്രാക്ടറി ബ്രിക്ക്. ദ ഷേപ്പ് ഓഫ് ബ്രിക്സ് ഡീഫോംഡ് ഡ്യൂ ടു റെയിൻ വാട്ടർ falling on hot brick. This defect is known as. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹോട്ടായിരിക്കുന്ന
ഒരു ബ്രിക്കിലോട്ട് നമ്മുടെ മഴത്തുള്ളി എന്തെങ്കിലും വരുവാണെങ്കിൽ അതിൻ്റെ ഷേപ്പിന് ഡിഫോമേഷൻ സംഭവിക്കും. സോ അതിൻ്റെ ആ ഒരു ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് ചഫ്സ്. ഓക്കെ, ചഫ്സ്. ഇനി ചഫ്സ് അല്ലാതെ വേറെയും ഡിഫക്റ്റ് ഉണ്ട്. എഫ്ലോറസെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലോട്ടിംഗ് ഉണ്ട്, ബ്ലാക്ക് കോർ ഉണ്ട്. ഇതുപോലത്തെ വേറെയും ഡിഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേം ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് ആണ്. ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ 19x9x9 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഒരു ബ്രിക്ക് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, ഡയമെൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതായിരിക്കും അതിൻ്റെ 9, ഇത് 9. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്ന പോർഷൻ എന്ന് പറയുന്നതാണ് 19 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 90 × 9 × 9 സെൻറ്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് സൈസ്. ഇനി ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് അല്ല, നോമിനൽ സൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൽ വേറെ വ്യത്യാസമില്ല. എന്താണ്? വിത്ത് മോട്ടാർ ആയിരിക്കും. അപ്പം ഇതിൻ്റെ കൂടെ മോട്ടാർ കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കും ചോദിക്കുന്നത്. സോ 20 × 10 × 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസും നോമിനൽ സൈസും എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. 20 × 10 × 10 സെൻറ്റിമീറ്റർ ആണ് നോമിനൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേണിംഗ് ഓഫ് ബ്രിക്ക് ഇൻ കിൻ ഈസ് കംപ്ലീറ്റ് വിത്തിൻ. ബേണിങ്ങിൻ്റെ ടൈം ആ കംപ്ലീറ്റ് എന്ന് പറയുന്നത് 24 hours ആണ്. ഇതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 11th question, during moulding of bricks the moulds are dipped in water every time before. വേറൊന്നുമല്ല, ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ മൗൾഡിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സ്ലോപ്പ് മൗൾഡിങ്. ഇനി അത് സാൻഡ് ആണ് ആ മൗൾഡിൽ സ്പ്രിങ്കിൾ ചെയ്തിരുന്നു എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സാൻഡ് മൗൾഡിങ്. ഓക്കെ, സാൻഡ് മൗൾഡ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ആൻസർ എന്ന് പറയുന്നത് സ്ലോപ്പ് മൗൾഡിങ് ആണ്, വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. 12th question, ഓവർ ബേൺഡ് ബ്രിക്സ് ആർ. ഓവർ ബേൺഡ് ബ്രിക്കിനെ എന്തൊക്കെ പേരിലാണ് നമ്മൾ പറയുന്നത്? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജാമ ബ്രിക്സ് അല്ലെങ്കിൽ ജാം ബ്രിക്സ് അല്ലെങ്കിൽ വെർട്ടിഫൈഡ് ബ്രിക്സ് എന്ന് പറയാം. ഓക്കെ, ജാമ ബ്രിക്സ് ഓർ വെർട്ടിഫൈഡ് ബ്രിക്സ്, അതല്ലെങ്കിൽ ജാം ബ്രിക്ക് എന്നും പറയുന്നുണ്ട്. 13th question, ബേണിംഗ് ടെമ്പറേച്ചർ ഓഫ് ബ്രിക്ക്. ബ്രിക്കിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 350 degrees Celsius to 1100 degrees Celsius. ഈ 1100 degrees Celsiusനേക്കാളും ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ ബ്രിക്കിൽ ഷേപ്പ് ലോസ് ഉണ്ടാവാറുണ്ട്. 14th question, the bricks which can resist high temperature is. അത് വേറെ ഒന്നുമല്ല, റിഫ്രാക്ടറി ബ്രിക്കാണ് പറയുന്നത്. കാരണം ബ്രിക്കിൽ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത് റിഫ്രാക്ടറി ബ്രിക്കാണ്. അപ്പോൾ റിഫ്രാക്ടറി ബ്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിഫ്രാക്ടറി ബ്രിക്ക് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ആസിഡിക് ഉണ്ട്, ബേസിക് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്. ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ സിലിക്ക ബ്രിക്ക് വരുന്നത്. ആസിഡിക്കിൽ വരുന്നതാണ് സിലിക്ക ബ്രിക്ക്. സിലിക്ക ബ്രിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ബ്രിക്കാണ്. അതിൽ 95 to 97% സിലിക്ക ആയിരിക്കും. 1 to 2% മാത്രമേ ലൈമിൻ്റെ കണ്ടൻറ്റ് കാണുള്ളൂ. നോർമലി ഉള്ള ബ്രിക്കിൻ്റെ കോമ്പോസിഷനേക്കാളും വ്യത്യാസമുണ്ട് റിഫ്രാക്ടറി ബ്രിക്കിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബുൾനോസ് ബ്രിക്ക് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ. ബുൾനോട്ട് ബ്രിക്സ് നമ്മൾ ആർച്ചസിൽ യൂസ് ചെയ്യില്ല. ആർച്ച് കൺസ്ട്രക്ഷനിലും ബുൾനോസ് ബ്രിക്സ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. സോ വളരെയധികം യൂസ്ഫുൾ ആവും, കാരണം ഇതെല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.